നിനക്കിന്ന് ജോലിക്കൊന്നും പോകണ്ടേ രേഷ്മേ എന്നുള്ള അമ്മയുടെ ഉച്ചത്തിലുള്ള വിളി കേൾക്കുന്ന സമയത്താണ് ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്നത്. സമയം അപ്പോൾ ഏകദേശം 7:30 മണി കഴിഞ്ഞിരുന്നു. ഇനി എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് രേഷ്മ. കല്യാണം കഴിഞ്ഞു. പക്ഷേ ഭർത്താവുമായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ കാരണം ഞാനിപ്പോൾ എന്റെ വീട്ടിൽ തന്നെ നിൽക്കുകയാണ്. വയസ്സ് ഇപ്പോൾ 31 കഴിഞ്ഞിരിക്കുന്നു. വീട്ടിൽ നല്ല സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വീട്ടിൽ നിന്നോ അങ്ങനെയുള്ള പ്രഷറോ ഒന്നുമില്ല. വീട്ടിൽ സുഖമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇനി എന്റെ ഭർത്താവിനെ കുറിച്ച് പറയാം. ആളൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന് കേട്ട സമയത്തന്നെ അമ്മയും അച്ഛനും നേരത്തെ പിടിച്ച് കെട്ടിച്ചതായിരുന്നു തന്നെ. അതുകൊണ്ട് തന്നെ ജീവിതം നല്ല ദുർഘടം എന്ന് പറയണ്ട. ഒരു പ്രശ്നം വന്നാൽ എന്റെ കൂടെ നിൽക്കില്ല. പിന്നെ എന്തിനും ഏതിലും എന്നെ കോണ്ടാക്ട് ചെയ്യാൻ പോലും വീട്ടുകാരുടെ അനുവാദം വേണം. അങ്ങനെ ചോദിക്കുന്ന ഒരാളെ അങ്ങനെ കൂടെ നിൽക്കണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. എന്റെ മാത്രം ഡിസിഷനാണ് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും അതുപോലെ ബാധകമാണെന്നില്ല. അതിരാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇത്തിരി വെള്ളം കുടിക്കുന്നത് എനിക്ക് പതിവാണ്. ഞാൻ കുപ്പിയിലിരുന്ന വെള്ളം ഒരുമിച്ച് എടുത്ത് കുടിച്ചു. ശേഷം അതിന്റെ ബാക്കി തൊട്ടരികിൽ ജനാലയിലിരുന്ന ആ ചെടിച്ചട്ടിയിലേക്ക് ഞാൻ എടുത്തൊഴിച്ചു. അതിനുശേഷമാണ് ഞാൻ എഴുന്നേക്കുന്നത്. എഴുന്നേറ്റ് നിന്ന് കണ്ണാടിയിലേക്ക് നോക്കുന്ന സമയത്ത് എനിക്ക് നല്ല കോൺഫിഡൻസ് ആയിരുന്നു. എന്റെ മുഖം നന്നായിട്ട് സോഫ്റ്റ്നെസ് ആയിരിക്കുന്നു. ഇപ്പോൾ ഇതാ ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കാം. ഇനി വസ്ത്രങ്ങളില്ല എന്നുണ്ടെങ്കിലും ആർക്കും ഒരു പ്രശ്നമില്ല. കാരണം എന്റെ മുറി, എന്റെ അനുവാദം, എന്റെ ഇഷ്ടങ്ങൾ മാത്രം. അതായിരുന്നു എന്റെ റൂൾസ്. ഞാൻ നേരെ പോയി പല്ല് തേച്ചതിനു ശേഷം നേരെ അമ്മയുടെ കൂടെ അടുക്കളയിലേക്ക് ചെന്നു. ഇതുകൊണ്ടാണോ ഇങ്ങോട്ട് വരുന്നത്? ഇപ്പം ആരെങ്കിലും വന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ എന്ത് പറയും? ഒന്ന് പോയി മാറിയിട്ട് വന്ന എന്റെ പെണ്ണെ എന്ന് അമ്മ വിളിച്ചു പറഞ്ഞു. ഞാൻ അതൊന്നും മൈൻഡാക്കാൻ പോയില്ല. എന്റെ ഇഷ്ടങ്ങളും എന്റെ തീരുമാനങ്ങളും അതായിരുന്നു എനിക്ക് മുഖ്യം. ഞാൻ നേരെ എന്റെ റൂമിൽ ചെന്നതിന് ശേഷം കുളിക്കാനുള്ള ടവലും കാര്യങ്ങളും എടുത്ത് നേരെ കുളിമുറിയിലേക്ക് കയറി. കുളിയും കഴിഞ്ഞ് എന്റെ പുതിയൊരു ചുരിദാറും കാര്യങ്ങളൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണെന്നുണ്ടെങ്കിൽ അമ്മ ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചിരുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് നേരെ തിരിച്ച് റൂമിലേക്ക് വന്നിട്ട് പോകാനായി റെഡിയാവുന്ന സമയത്തായിരുന്നു ഒരു അൺനോൺ നമ്പറിൽ നിന്നും എനിക്കൊരു കോള് വരുന്നു. ആ, രേഷ്മ മാഡം അല്ലേ? എൻ്റെ പേര് ദിലീപ്. ഞാനൊരു ലോണിന്റെ കാര്യം പറഞ്ഞിരുന്നു. അതൊന്നും ഇതുവരെ ഒന്നും തീരുമാനമായിട്ടില്ല. ആ, മനസ്സിലായി. നിങ്ങൾ എന്തായാലും ഇന്ന് ബാങ്കിലേക്ക് വന്നോളൂ. നമുക്ക് ലോണിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ മാനേജറുമായിട്ടൊന്ന് സംസാരിച്ചിട്ട് ഞാനത് റെഡിയാക്കി തരാം എന്നൊരു വാഗ്ദാനം ആ ഒരു മനുഷ്യന് ഞാൻ കൊടുത്തു. ദിലീപ് ഒന്ന് രണ്ട് തവണയായിട്ട് ബാങ്കിൽ ഇങ്ങനെ കയറി കയറി വരുന്നുണ്ട്. ആൾക്കെന്തോ ലോണിന്റെ അത്യാവശ്യത്തിനാണ്. എന്റെ നമ്പർ ആദ്യം ചോദിച്ചിരുന്നെങ്കിലും ഞാൻ കൊടുത്തില്ല, പേഴ്സണൽ നമ്പർ അല്ലേ. പക്ഷേ ആരുടെ കയ്യിൽ നിന്ന് എന്റെ നമ്പർ തട്ടിപ്പിടിച്ച് വാങ്ങിച്ചു. അതിനുശേഷമാണ് ഈ വിളിയും കാര്യങ്ങളൊക്കെ. ആളെ കണ്ട സമയത്താണെന്നുണ്ടെങ്കിലും ഒരു പഞ്ചാര ലുക്കും കാര്യങ്ങളൊക്കെ തോന്നിയോണ്ടാണ് ഞാൻ കൂടുതലൊന്നും അങ്ങോട്ട് മിണ്ടാനൊന്നും പോകാഞ്ഞത്. അങ്ങനെ രാവിലെ ബാങ്കിലെത്തിയ സമയത്ത് തന്നെ ആള് ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. മാഡത്തിന് ഞാൻ കാത്തിരിക്കായിരുന്നു. എനിക്കാണെന്നുണ്ടെങ്കിൽ ലോണിന്റെ ആവശ്യമായിട്ട് കുറെ നാളായിട്ട് നിൽക്കുന്നു മാഡം. മാഡം എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരണം. ഞാൻ പറഞ്ഞു, ഞാൻ അത് മാനേജറിന്റെ അടുത്ത് ചോദിച്ചിട്ട് പറയാം, അല്ലാതെ പെട്ടെന്ന് എനിക്ക് ശരിയാക്കാൻ പറ്റില്ല. ആ, എന്തായാലും കുഴപ്പമില്ല മാഡം. മാഡത്തിന്റെ ആ വാക്ക് കേട്ടാൽ മാത്രം മതി. ശരിയാക്കി തരുമെന്ന് മാഡം പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാക്കി തരുമെന്നല്ലേ. അത് മാത്രം പറഞ്ഞുകൊണ്ട് ആള് ഒരു പുഞ്ചിരിയോടെ അവിടെ നിന്ന് നടന്നു. ഞാൻ അയാളോട് പറഞ്ഞു, അവിടെ ഇരിക്കെ, ഞാൻ എന്തെങ്കിലും മാനേജറുമായിട്ടൊന്ന് ചോദിച്ചിട്ട് ഇങ്ങോട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അകത്തേക്ക് കയറിപ്പോയി. ആ നിമിഷം ഞാൻ അകത്ത് പോയതിനു ശേഷം അയാൾക്കുള്ള ലോണും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടുവന്ന് കൊടുത്തു. ആ ടൈമിൽ തന്നെ അയാൾക്ക് എന്നോട് വലിയ കാര്യമായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് ബിരിയാണി വാങ്ങിച്ചു തരാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അതിൻ്റെയും ആവശ്യമൊന്നുമില്ല. അത് പറ്റില്ല, എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ ബാഗിൽ നിന്നും ഒരു 500ന്റെ നോട്ടെടുത്ത് എനിക്ക് തരാനായിട്ട് വന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ഇതൊന്നും ഞാൻ വാങ്ങിക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അയാളുടെ അടുത്ത് നോ പറഞ്ഞു. എങ്കിൽ മാഡം, എനിക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരണം, എനിക്ക് വല്ലാണ്ട് ആഗ്രഹം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾ വീണ്ടും എന്നിട്ട് ഒന്ന് പുഷ് ചെയ്യുകയായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, തനിക്ക് ഞാൻ ലോൺ ശരിയാക്കി തന്നില്ലേ, അത് പോരെ, പിന്നെയും എന്നെ ഇട്ടിങ്ങനെ ബുദ്ധിമുട്ടിന്റെ ആവശ്യമുണ്ടോ? അയ്യോ മാഡം, അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ എനിക്ക് ചെയ്തു തരണമെന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിളിക്കുന്നത്, മറ്റൊന്നും വിചാരിക്കരുത് എന്ന് അയാൾ പറഞ്ഞു. അയ്യോ അതൊന്നും വേണ്ട എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും നിർബന്ധിക്കുന്ന സമയത്ത് ഞാൻ അയാൾക്കൊരു ഓഫർ കൊടുത്തു. എന്തൊക്കെയാലും ഇനി പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തിട്ട് വരേണ്ടി വരും. അപ്പം എപ്പോഴും ഇങ്ങോട്ട് വരണ്ടല്ലോ, ഞാൻ വീട്ടിലേക്ക് വരാം.
ആ സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാവരും ഉണ്ടെങ്കിൽ അവിടെ ഫുഡ് എന്തെങ്കിലും റെഡിയാക്കിയാൽ മതി. അപ്പം ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട് പോന്നോളാം എന്ന് ഞാൻ അയാളുടെ അടുത്ത് ഒരു ജസ്റ്റ് ഓഫർ എന്ന രീതിയിൽ പറഞ്ഞു. ആ, അത് മതി, മാഡം വീട്ടിലേക്ക് വന്നോളൂ, പേപ്പേഴ്സും കാര്യങ്ങളുമായിട്ട് വരാൻ മറക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ പോവുകയും ചെയ്തു. അയാൾ പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ ബാങ്കിലെ കാര്യങ്ങളെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചു. എനിക്ക് കുറേയധികം സ്റ്റേറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കാനും ഫയൽ ചെയ്യാനും ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമൊക്കെ ആകുമ്പം നല്ല രീതിയിലുള്ള ടയേർഡായി. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളെല്ലാം എൻ്റെ തൊട്ടടുത്തിരുന്ന സീമയോട് പറഞ്ഞു, എടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ആളാണെന്നുണ്ടെങ്കിൽ എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്, ഞാനത് ഒരു ഓഫർ എന്ന രീതിയിൽ കൊടുത്തതാണ്. പെട്ടെന്ന് അവളെൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനത് കണ്ടായിരുന്നു. പിന്നെ നിന്റെ അടുത്ത് ആ സമയത്ത് ഇതൊന്നും വേണ്ടെന്നൊന്നും പറയണ്ട കേട്ടോ. ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ റെസ്പെക്ട് ചെയ്യുന്നത് അത് നല്ലൊരു കാര്യമല്ലേ. പിന്നെ നീ പോകുന്നെങ്കിൽ പോയി ഫുഡും കഴിച്ചിട്ട് വാ, വേണമെങ്കിൽ ഞാൻ വരണോ എന്ന് ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, നീയും കൂടെ വരുന്നത് എനിക്കൊരു ധൈര്യമായിരുന്നു. പക്ഷേ ആളുടെ അടുത്ത് ഞാൻ ആ കാര്യമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ടൊരു മടി. കുഴപ്പമില്ല, നീ പോയിട്ട് വാ എന്ന് അവൾ എന്നോട് പറയുകയും ചെയ്തു. അന്നൊരു ശനിയാഴ്ച ദിവസമായിരുന്നു. ഞാൻ അമ്മയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ആ ഒരു ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി പോവാണ്. നടക്കട്ടെ, നിനക്കപ്പം ഇവിടുന്ന് ഉച്ചയ്ക്ക് ഫുഡും കാര്യങ്ങളും ഒന്നും ഉണ്ടാക്കണ്ടല്ലോ എന്ന് അമ്മയും പറയുകയും ചെയ്തു. ആ ടൈമിൽ ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടു. ഭർത്താവിന്റെ വീട്ടിലായിരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇതൊന്നും തൊടാൻ പോലും സമ്മതിക്കത്തില്ല. അങ്ങനെയുള്ള അലവലാതി ടീംസും കാര്യങ്ങളൊക്കെയാണ് ഭർത്താവിന്റെ വീട്ടുകാര്. അപ്പോൾ തന്നെ ഞാൻ ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് ഇറങ്ങുന്ന സമയത്ത് തൊട്ട അയലത്തെ വീട്ടിലെ ആൾക്കാരും നാട്ടുകാരും എല്ലാം എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. നോക്കിക്കോ നോക്കിക്കോ, പെമ്പിള്ളാർ എങ്ങനെയാ നടക്കുന്നതെന്ന് നോക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിൽ പറഞ്ഞ് ഞാൻ വണ്ടിയും എടുത്തുകൊണ്ട് പറത്തി വിട്ടു. ദിലീപിന്റെ വീട് ഒരു കുഞ്ഞു വീടാണ്. ഭാര്യയും മക്കളും എല്ലാവരും ചേർന്ന ഒരു കുഞ്ഞു കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. എനിക്ക് നേരത്തെ അയാളെ അറിയുമായിരുന്നു. അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല. ഞാൻ ഒരു സർവേയുടെ ഭാഗമായിട്ട് ആ വീട്ടിൽ പോയിട്ടുണ്ട്. എല്ലാവരും നല്ല സഹകരണവും കാര്യങ്ങളും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ദിലീപിന്റെ അടുത്ത് പറഞ്ഞത് അവിടെ ഫുഡും കാര്യങ്ങളും എന്തെങ്കിലും ഒന്ന് സെറ്റാക്കി വെക്കാനായിട്ട്. അതാണ് ആള് സെറ്റാക്കി വെക്കുന്നത്. ഞാൻ ഡോക്യുമെന്റ്സ് ആയിട്ട് ആളുടെ വീട്ടിലേക്ക് ചെന്നു. ഗേറ്റ് അടഞ്ഞു കിടക്കുകയായിരുന്നു. അത് തുറന്നുകൊണ്ട് അകത്തേക്ക് കയറുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആള് കതക് തുറന്ന് ഫ്രണ്ടിലേക്ക് വന്നു. വേം മേഡം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ദാ വരുന്നുണ്ട്, ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് സൈൻ ചെയ്യണം, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഡോക്യുമെന്റ്സ് എല്ലാം എടുത്ത് അവിടേക്ക് നടന്നു ചെല്ലുന്ന സമയത്ത് ഞാൻ പ്രതീക്ഷിച്ചു അവരുടെ ഭാര്യയും മക്കളൊക്കെ ഇപ്പം ഇറങ്ങി വരും എന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ ഒറ്റ മനുഷ്യന്മാർ പോലും ഇല്ലായിരുന്നു. ഞാൻ ചോദിച്ചു, എല്ലാവരും എന്തേ എന്ന് ചോദിച്ച സമയത്ത് ആള് പറഞ്ഞു, എല്ലാവരും ഒരു കല്യാണത്തിന് പോയേക്ക് വേണം മേഡം, മേഡത്തിനുള്ള ഫുഡും കാര്യങ്ങളും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, വാ കഴിച്ചിട്ട് പോയാൽ മതി. അയാൾ പറഞ്ഞത് കേട്ട് ഞാൻ അകത്തേക്ക് ചെല്ലുന്ന സമയത്ത് അയാൾ എന്നെ മുറിയിലേക്ക് വിളിച്ചു. മേഡം ഇങ്ങോട്ട് വന്നട്ടെ. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ഹോളിൽ നിൽക്കുകയായിരുന്നു. ഞാൻ അവിടെ തന്നെ ഒരു പരിങ്ങലോടെ നിന്നു. വാ മേഡം, അകത്തോട്ട് വരൂ. അയാൾ വീണ്ടും എന്നെ ഒന്ന് ക്ഷണിച്ചു. ആ സമയമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പുഞ്ചിരിയോടെ മുറിക്കകത്തേക്ക് കയറി. ആ ഒരു സമയം കൊണ്ട് തന്നെ അയാൾ ആ ഒരു ഫ്രണ്ട് ഡോറിന്റെ വാതിൽ അടച്ചു. ഒരു നിമിഷം ഞാൻ അയാളെ ഒന്ന് നോക്കി. ഞാനാണെന്നുണ്ടെങ്കിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയായിരുന്നല്ലോ. ആ മുറിയാകെ എല്ലാം നല്ലപോലെ ഇട്ടിരിക്കുന്നു. അയാൾ നല്ല വൃത്തിയുള്ള മനുഷ്യനാണെന്ന് എനിക്ക് കണ്ടപ്പോൾ തന്നെ തോന്നി. കാരണം എന്റെ മുറിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചില സമയത്താണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തുണികളെല്ലാം വാരി വലിച്ചിട്ടേക്കാം, അല്ല എന്നുണ്ടെങ്കിൽ എല്ലാം അലങ്കോലമായിട്ടിട്ടേക്കാം. പക്ഷേ ഈ ഒരു റൂം കണ്ട സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു വ്യത്യസ്തമായിട്ട് എനിക്ക് തന്നെ തോന്നി. മാഡം അവിടേക്ക് ഇരുന്നോളൂ എന്ന് പറഞ്ഞ് അയാൾ എന്നെ ഒരു ചെയർ ചൂണ്ടിക്കാണിച്ചു. അയാളുടെ മുറി നല്ല വിശാലമായിട്ടുള്ള റൂമാണ്. അവിടെയാണെന്നുണ്ടെങ്കിൽ എല്ലാ തരത്തിലുള്ള ചെയർസും ഒരു കുഞ്ഞു സോഫയും എല്ലാം കിടപ്പുണ്ട്. ഒരു അത്യാവശ്യം നല്ല കാശുകാരനായിട്ടുള്ള ഒരാള് അയാളുടെ മുറി എന്ന പോലെ തോന്നും. പക്ഷേ എന്തിനായിരിക്കും ഇയാൾക്ക് ഈ ലോണും കാര്യങ്ങളും എന്നൊക്കെ ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു പോയി. മാഡം ഡ്രിങ്ക്സ് എന്തെങ്കിലും കഴിക്കുമോ എന്ന് പെട്ടെന്ന് അയാളുടെ ചോദ്യത്തിന് ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ അങ്ങനെ കഴിക്കാറൊന്നുമില്ല എന്ന് പറഞ്ഞ സമയത്താണെന്നുണ്ടെങ്കിൽ ആൾ അലമാരയിൽ നിന്നും ഒരു കുഞ്ഞു ബോട്ടിലെടുത്ത് പുറത്തേക്ക് വെച്ചു. പെട്ടെന്ന് അത് കണ്ടതിന് ശേഷം എന്റെ പിരികവും കണ്ണും അതിലേക്ക് പോയി. ഞാൻ ഒരു നിമിഷമാണെന്നുണ്ടെങ്കിൽ അയാളോട് പറഞ്ഞു, അയ്യോ ഇതൊന്നും ഞാൻ കുടിക്കാറില്ല എന്ന് പറയുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അയാൾ ഒരു ചിരിയോടെയും പെട്ടെന്ന് അതൊരു 2 ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു വെച്ചു. ഇതൊരു ജ്യൂസാണ് മാഡം, അതാണെന്നുണ്ടെങ്കിൽ ഒരു മുന്തിരിച്ചാറ് പോലെ, നല്ലൊരു ഗ്രേപ്പിന്റെ ജ്യൂസ് എന്ന് മാത്രം വിചാരിച്ചാൽ മതി, അങ്ങോട്ട് കുടിച്ചാട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് നേരെ വെച്ച് നീട്ടി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ചുറ്റും ഒന്ന് നോക്കി.
അവിടെയെങ്ങും ഒറ്റ മനുഷ്യന്മാർ പോലും ഇല്ലായിരുന്നു. കാരണം ആ വീടാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉള്ളോട്ടുള്ള ഏരിയയിലാണ്. പ്രൈവസി ആഗ്രഹിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വീടും മുറിയും കാര്യങ്ങളൊക്കെ. കാരണം തൊട്ടടുത്തെങ്ങും ഒറ്റ മനുഷ്യന്മാരും ശല്യത്തിനും പോലുമില്ല. അയാൾ ആ ഗ്ലാസ് തരുന്ന സമയത്ത് ഞാൻ ഒരു പരങ്ങലോടെ വാങ്ങിക്കുമ്പോൾ ഞാൻ അയാളുടെ കണ്ണിലേക്ക് നോക്കി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ആള് എൻ്റെ കണ്ണിൽ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. വാങ്ങിച്ചേട്ട മാഡം, കുടിച്ചു നോക്ക്, നല്ല ടേസ്റ്റുള്ള സാധനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ എനിക്ക് നേരെ വെച്ച് നീട്ടി. ഞാൻ ഒരു പരങ്ങലോടെയും ആ ഒരു പുഞ്ചിരിയോടെ തന്നെ ആ ഗ്ലാസും വൈനും എൻ്റെ കയ്യിലേക്ക് വാങ്ങിച്ചു. ശേഷം അത് 2 ടീസ്പൂൺ പോലെ ഞാനത് കുടിച്ചു. ഒരു പ്രത്യേക മധുരവും പിന്നെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു ജ്യൂസ് പോലൊരു സാധനം. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ആൾ എന്നോട് ചോദിച്ചു, എങ്ങനെയുണ്ട് മാഡം, ഡ്രിങ്ക്സ് കൊള്ളാവോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ആ കുഴപ്പമില്ല. പക്ഷേ അത് കുടിച്ച സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് ഉറക്കം വരുന്ന കണക്ക് തോന്നുന്നു. കാരണം മറ്റൊന്നുമല്ലായിരുന്നു, ചിലപ്പോൾ ഇന്നലെ രാത്രിയിൽ കിടന്നുറങ്ങിയതിൻ്റെ എന്തെങ്കിലും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. മാഡം, എന്നാൽ നമുക്ക് ഭക്ഷണം എന്തെങ്കിലും കഴിച്ചാലോ എന്ന് പറഞ്ഞ് അയാളെ വിളിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല ഉറക്കത്തിൽ വീഴുന്ന കണക്ക് തോന്നി. ഞാൻ പെട്ടെന്ന് എഴുന്നേക്കാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് ആടുന്ന പോലെ അയാൾ പറഞ്ഞു, മാഡം കയ്യിൽ പിടിച്ചോളൂ, ചിലപ്പോൾ ഉറക്കത്തിന് എന്തെങ്കിലും ക്ഷീണം കാണും എന്ന് പറഞ്ഞുകൊണ്ട് ആൾ എന്നെ കൈ പിടിച്ചുകൊണ്ട് അവിടേക്ക് നടന്നു. ഞാൻ ഒരു മടിയും കൂടാതെ അയാളുടെ കയ്യിൽ പിടിച്ച് ഹോളിലേക്ക് നടന്നു. അതുവരെയും തലയ്ക്ക് ഒരു മൂകത പോലെ എനിക്ക് തോന്നി. പെട്ടെന്ന് എന്നെ അവിടെ പിടിച്ചതിന് ശേഷം അയാൾ എന്തോ ചോറോ പിന്നെ കറിയും കാര്യങ്ങളൊക്കെ ഒന്ന് വിളമ്പി. മാഡം കഴിച്ചോളൂ, ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് എന്ന് അയാൾ പറഞ്ഞു. ഞാൻ ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ ആ ഒരു തലയുടെ ഇത് വെച്ച് പെട്ടെന്ന് തലയിൽ നന്നായിട്ട് ഞെക്കി പിടിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചു. എങ്ങനെയുണ്ട് മാഡം, കൊള്ളാവോ ഫുഡും കാര്യങ്ങളൊക്കെ എന്ന് അയാൾ ചോദിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് നോക്കി. അങ്ങനെ ആ ഭക്ഷണം മുഴുവൻ ഞാൻ ആ നിമിഷം എടുത്ത് കഴിച്ചു. പെട്ടെന്ന് അത് കഴിച്ചതിന് ശേഷം വാഷ്റൂമിന്റെ ആ ഒരു ഫ്രണ്ടിൽ പോയി കൈയൊന്ന് വാഷ് ചെയ്തു. പെട്ടെന്ന് തിരിച്ചു വന്ന സമയത്താണെന്നുണ്ടെങ്കിലും ശരി തന്നെ ഭക്ഷണം കഴിച്ചതിൻ്റെയോ എന്തൊക്കെയോ തലയ്ക്ക് നല്ല പിടുത്തം പോലെ ഞാനിങ്ങനെ നടന്നു വരികയായിരുന്നു. അപ്പോൾ തന്നെ എൻ്റെ ആ ഭാവം കണ്ടിട്ട് അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ പറ്റി മാഡം, കിടക്കണമെന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആ എനിക്ക് കിടക്കണമെന്നുണ്ട്. മാഡത്തിന് കിടക്കണമെന്നുണ്ടെങ്കിൽ ദേ അവിടെ സ്ഥലമുണ്ട്, എൻ്റെ മുറിയാണെന്നുണ്ടെങ്കിൽ എല്ലാം വൃത്തിയായിട്ട് തന്നെ കിടക്കുകയാണ്, വേണമെന്നുണ്ടെങ്കിൽ അവിടേക്ക് കയറി കിടന്നോളൂ എന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ അവിടേക്ക് ചെന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആള് എല്ലാം വൃത്തിയാക്കി വിരിച്ചു വെച്ചിരുന്നു. എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ആരുടെ കട്ടില് ആരുടെ മുറി എന്ന് പോലും നോക്കാതെ ഞാൻ ആ കട്ടിലേക്ക് കയറി കിടന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ നല്ല തലയ്ക്ക് പെരുപ്പും പിന്നെ നല്ല മയക്കത്തിന്റെ ആ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. എന്തൊക്കെയായാലും എനിക്ക് ഉറപ്പായിരുന്നു, കാരണം ഈ ഒരു സമയത്താണെന്നെങ്കിൽ തിരിച്ചു പോകും കാര്യങ്ങളൊന്നും നടക്കില്ല, ഇവിടെ ഇരിക്കാനേ പറ്റത്തുള്ളൂ. എന്നാ പിന്നെ ഇച്ചിരി നേരം കിടക്കാമെന്ന് വിചാരിച്ച് ആ മുറിയിലേക്ക് കയറി ഞാൻ കിടന്നു. ഞാൻ അവിടെ കിടക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആള് എൻ്റെ അരികിൽ വന്നിട്ട് ചോദിച്ചു, മാഡം ഞാൻ കുറച്ചു നേരം ഇവിടെ ഇരുന്നോട്ടെ എന്ന് ചോദിച്ച സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ഞാൻ ഒന്ന് തലയാട്ടി എന്ന് എനിക്ക് തോന്നുന്നു. അയാള് ഞാൻ കിടക്കുന്ന ആ ഒരു പ്ലേസിന്റെ തൊട്ടപ്പുറത്തായിട്ട് മാറിയിരുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ആൾ എൻ്റെ അടുത്ത് ചോദിച്ചു, മാഡം എന്തെങ്കിലും ഹെൽപ്പ് വേണോ, കാലിനോ കയ്യിലോ എന്തെങ്കിലും കഴപ്പോ തിരമ്പലോ അങ്ങനെ എന്തെങ്കിലും വേണോ മാഡം എന്ന് അയാൾ ചോദിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ ആള് എൻ്റെ കാല് നന്നായിട്ടൊന്ന് പിടിച്ച് ഒന്ന് ചൂടാക്കി. മാഡത്തിന്റെ ആ നിൽപ്പും പിന്നെ അത്രയും നേരം യാത്ര ചെയ്തതിൻ്റെയൊക്കെ പ്രശ്നങ്ങളായിരിക്കും, കാലൊന്ന് ശരിയായി കഴിഞ്ഞാൽ തന്നെ എല്ലാം ഓക്കെ ആവും. ആ സമയത്താണെന്നെങ്കിൽ എനിക്ക് ഒട്ടും വയ്യാതെ തന്നെ ഞാൻ പറഞ്ഞു, വൈൻ കുടിച്ചതിൻ്റെ എന്തോ ഒരു പ്രശ്നമുള്ള പോലെ എനിക്ക് തോന്നുന്നു എന്ന് ഞാൻ അയാളുടെ അടുത്ത് പറയുമ്പോൾ, വൈനൊന്നും കുഴപ്പമില്ലാത്ത മാഡം, അതൊരു ചെറിയ ജ്യൂസും കാര്യങ്ങളുമാണ്, അത് കുടിച്ചാൽ അങ്ങനെയൊന്നും വരില്ല, ഞാനും കുടിച്ചല്ലേ, മാഡം ചിലപ്പോൾ ഇന്നലെ രാത്രിയാണെന്നുണ്ടെങ്കിൽ കിടന്നതിൻ്റെയോ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും എന്ന് അയാൾ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു. ഞാൻ അറിയാതെ ആ നിമിഷം മയങ്ങിപ്പോയി. ആ വീട് ഏതാണെന്നോ മുറി ഏതാണെന്നോ അറിയാതെ നന്നായിട്ട് കിടന്നുറങ്ങി. കുറേ സമയങ്ങൾ കഴിഞ്ഞ് ഏകദേശം 2-2.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഉറക്കം എഴുന്നേക്കുന്നത്. ഉറങ്ങി എഴുന്നേക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആള് എൻ്റെ മുന്നിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ എഴുന്നേക്കുന്ന സമയത്ത്, അയ്യോ മാഡം എഴുന്നേറ്റോ, മാഡം നല്ല ഉറക്കമായിരുന്നു. വന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ കിടന്ന് ഉറങ്ങുമെന്ന്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാനും അയാളുടെ അടുത്ത് പറഞ്ഞു, ഞാൻ ഉറങ്ങിപ്പോയി, സോറി. അയ്യോ അത് കുഴപ്പമില്ല, മാഡത്തിനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആയതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു, മാഡം ചിലപ്പോൾ തലയ്ക്ക് എന്തെങ്കിലും ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും, ഇന്നലെ ഉറങ്ങിയില്ലല്ലേ എന്നൊക്കെ അയാൾ വീണ്ടും എന്നോട് ചോദിക്കുമ്പോൾ ഒരു മൂകതയോടെ ഞാൻ എഴുന്നേറ്റു. ചുറ്റും ഒന്ന് നോക്കുന്ന സമയത്ത് പുറത്ത് നല്ല വെയിലുണ്ടായിരുന്നു. ഞാനെന്നാൽ ഇറങ്ങട്ടെ എന്ന് ഞാൻ അയാളോട് ചോദിക്കുന്ന സമയത്ത്, മാഡം ഇറങ്ങിയാണോ എന്ന് അയാൾ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇറങ്ങട്ടെ, അല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ലേറ്റാവും.
ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇറങ്ങാനായിട്ട് ആരംഭിച്ചു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അതുവരെയും അയാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എനിക്ക് നന്നായിട്ട് ഒരു വഴികാട്ടിയായിട്ട്, ഒരു ഹെൽപ്പറായിട്ട്. ഈ ഒരു കുഞ്ഞു കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്കിനി പുതിയൊരു കഥയുമായിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.